Hi dear friends, welcome back to my channel. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതെടുത്താലും മതി. ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. പച്ചമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പച്ചമുളക് ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരും. അതാ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചുമന്നുള്ളിയാണിത്, അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്തുന്നോർത്ത് കുഴപ്പമില്ല. അപ്പോൾ സവോള പെട്ടെന്നങ്ങ് വാടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റുന്നതും രണ്ടും തമ്മിൽ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതായത് ഇവിടെ സവോളയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി കൂടെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അതും അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ തക്കാളി നന്നായിട്ട് വെന്ത് എണ്ണ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി ഞാൻ ഒരുമിച്ച് എടുത്തിരിക്കുന്നതാണ്. രണ്ടും ഒരു 1.5 ടീസ്പൂൺ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അധികം മല്ലിപ്പൊടി റോസ്റ്റിലേക്ക് ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചൂടായി കിട്ടണം. അപ്പോൾ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ മസാലകളും ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഫുൾ കോഴിയാണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോൾ 1 കിലോയും 300 ഗ്രാമും ഉണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതാ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അല്പം കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പ് കൂടെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഒരല്പം ഉപ്പ് കൂടെ ആവശ്യമുണ്ടായിരുന്നു, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേവിക്കുക. ഇടയിലൊന്ന് തുറന്നിളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതായത് ഇവിടെ ഒരു 20-25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വറ്റിച്ചാൽ മതി. അപ്പോൾ ചിക്കനിലുള്ള ഗ്രേവി ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയ്ക്കൊരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ കുറച്ചുകൂടെ വറ്റിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഗ്രേവി ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പുരണ്ടിരിക്കണ മാതിരി ഞാൻ വറ്റിച്ചെടുക്കുകയാണ്.
ഇനി ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഗ്രേവി വറ്റിക്കാനായിട്ട്. അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് മുന്നായിട്ട് നമുക്ക് ഒരല്പം കറിവേപ്പില കൂടെ എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.